കോറോ ഹെൽത്തിലെ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടലിൽ മന്ത്രിതല ചർച്ചയോടെ നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ വിളിച്ച യോഗത്തിൽ കമ്പനി അധികൃതർ പങ്കെടുക്കും. കേരളത്തിലെ പ്രവർത്തനം തുടരണമെന്ന് കമ്പനിയോട് സർക്കാർ ആവശ്യപ്പെടും. ചർച്ച പരാജയപ്പെട്ടാൽ കമ്പനിക്കെതിരെ ജീവനക്കാർ കോടതിയെ സമീപിക്കാനാണ് ആലോചന. നോട്ടീസ് കാലാവധിയും PF കുടിശ്ശികയും സംബന്ധിച്ച തൊഴിൽ ചട്ടങ്ങൾ കമ്പനി ലംഘിച്ചു എന്നാണ് ജീവനക്കാരുടെ പരാതി. സർക്കാർ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിച്ചാലും തങ്ങളുടെ അവകാശങ്ങൾക്കായി കോടതിയെ സമീപിക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. ചട്ടങ്ങളെല്ലാം ബാധകമാണല്ലോ. അതിൽ മുഴുവൻ ചട്ടങ്ങളും പാലിച്ചിട്ടില്ല. അതിലിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ 300-ൽ കൂടുതൽ സ്റ്റാഫുകളുള്ള ഒരു കമ്പനിയിൽ നിന്ന് ആളുകളെ പിരിച്ചിടുമ്പം ഞങ്ങളെ അറിയിക്കാത്ത പോട്ടെ, സർക്കാരിന് ഒരു മാസം മുന്നേ അറിയിക്കണമെന്നുണ്ട്. സർക്കാരിന് അവർ കോമ്പൻസേഷൻ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞൊരു സംഖ്യ തന്നു എന്നാണ്. സർക്കാരിന് അവരൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ സർക്കാരിനെ അവർ അറിയിച്ചിട്ടില്ല. അപ്പോൾ വ്യക്തമായ ചട്ടലംഘനം അവിടെ നടന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ PFൻ്റെ പാസ്ബുക്കൊക്കെ എടുത്തു നോക്കുമ്പോൾ സംഖ്യകളിൽ വ്യതിയാനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്യുന്ന എമൗണ്ട് മുഴുവനായിട്ട് അതിനൊരു വ്യക്തത അതിൽ വരുന്നില്ല. അതുപോലെ തന്നെ പ്രൊഫഷണൽ ടാക്സിൻ്റെ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ആളുകളുടെ അടുത്ത് നിന്ന് അവർ കൂടുതലാണ് പിരിക്കുന്നത് സാലറി സ്ലിപ്പിൽ. അത് നമുക്കൊരു മെയിലൊക്കെ ആയിട്ട് അവർ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് നിയമ നടപടി തുടങ്ങുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തത വരുത്തിയിട്ട് ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. സജോ ദേവസ്യം, സിനോജ് തോമസും വിവരങ്ങളുമായി ആദ്യം സജോയിലേക്കാണ്. സജോ, ഇപ്പോൾ മന്ത്രി വിളിച്ചിരിക്കുന്ന ചർച്ച, അതിൽ കമ്പനി അധികൃതർ കൂടി പ്രതിനിധികൾ കൂടി ആ യോഗത്തിനെത്തുമോ? കമ്പനി ഇപ്പോൾ ഈ ജീവനക്കാരെ പിരിച്ചുവിടരുത് എന്ന ആവശ്യം സർക്കാർ മുന്നോട്ട് വയ്ക്കുകയാണോ, അതോ കൃത്യമായ നഷ്ടപരിഹാരം എന്നുള്ളതാണോ? എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ ആലോചിക്കുന്നത്? സ്മൃതി, കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ തൊഴിൽ വകുപ്പ് ഇറക്കിയ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കോറോ ഹെൽത്ത്. ആ ഘട്ടത്തിൽ കോടതി മുന്നോട്ട് വെച്ചത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പ്രകാരം, അതായത് 2020 ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പ്രകാരം ഒരു ഒത്തുതീർപ്പിലേക്ക് പോകണം എന്ന നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചു. അപ്പോൾ ആ ഘട്ടത്തിൽ AG കോടതിയെ അറിയിച്ചത്, സർക്കാരിനായി AG അറിയിച്ചത് ഒത്തുതീർപ്പ് ചർച്ച വെച്ചിട്ടുണ്ട്, അതിന്റെ ഭാഗമായി ഈ വിഷയങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്തൊരു ധാരണയിലേക്ക് എത്താൻ കഴിയും എന്നതായിരുന്നു. ആ ഘട്ടത്തിൽ കോടതി കമ്പനിയോട് നിർദ്ദേശിച്ചത് ഈ ചർച്ചയിൽ പങ്കെടുക്കണം എന്ന നിർദ്ദേശം വെക്കുകയും ആ ഉത്തരവിൽ കമ്പനി പങ്കെടുക്കാമെന്ന് അറിയിച്ച കാര്യം ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലൊരു നിയമപരമായ ബാധ്യത കമ്പനിക്ക് വരും. അതുകൊണ്ട് കമ്പനി പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കാതെ വന്നാൽ അത് കോടതി ഉത്തരവിന്റെ ലംഘനമായി യഥാർത്ഥത്തിൽ മാറുകയും ചെയ്യും, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി മാറും. അതുകൊണ്ട് ആ കാര്യത്തിൽ അവർ ഉറപ്പായും ചർച്ചയിൽ പങ്കെടുക്കും എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാണ്. മന്ത്രി ബിന്ദു കൃഷ്ണ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം എറണാകുളം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരിക്കും യോഗം നടക്കുക. മന്ത്രിയും ഒപ്പം തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും കമ്പനി പ്രതിനിധികളും ഒപ്പം തൊഴിലാളികളുടെ പ്രതിനിധികളും ചർച്ചയുടെ ഭാഗമാകും. പ്രധാനമായും നേരത്തെ കോടതിയിൽ കമ്പനി വാദിച്ചൊരു കാര്യം, 3 മാസത്തെ ശമ്പളം നഷ്ടപരിഹാരമായി ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട്. രാജ്യത്തെ ലേബർ കോഡ് പ്രകാരം നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യമില്ല. 800ഓളം ജീവനക്കാർക്കാണ് തൊഴിൽ നഷ്ടമായിട്ടുള്ളത്. അവരെ പിരിച്ചുവിടാതിരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിർബന്ധിതമായ സാഹചര്യം രൂപപ്പെട്ടു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ സർക്കാർ പ്രധാനമായും ശ്രമിക്കുന്ന ഒരു കാര്യം, എന്താണ് പരിഹാരം, അതായത് ജീവനക്കാരെ നല്ലൊരു അളവ് തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയുമോ എന്നാരായും, അങ്ങനെയല്ലെങ്കിൽ ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഭാഗം പ്രകാരമുള്ള തൊഴിൽ ആനുകൂല്യങ്ങൾ എന്തൊക്കെ നൽകാൻ കഴിയും എന്നതിലായിരിക്കും പ്രധാനമായും ചർച്ച നടത്തുക. മറ്റൊന്ന്, കമ്പനിക്ക് നിലവിൽ ഇവിടെ തുടരുന്നതിൽ മറ്റെന്തെങ്കിലും പ്രതിസന്ധിയോ തടസ്സമോ ഉണ്ടോ എന്ന കാര്യവും പരിശോധിക്കുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ കമ്പനി ഇവിടെ തുടരാതിരിക്കേണ്ട എന്തെങ്കിലും സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടോ അതും പരിശോധിക്കും, അത് അവരെയും കേൾക്കും. മറ്റൊന്ന്, തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ ലേബർ കോഡ് പ്രകാരം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലും പരിശോധന നടത്തും. പക്ഷേ ലേബർ കോഡ് പ്രകാരം കമ്പനി തന്നെ നേരത്തെ വാദിച്ചൊരു കാര്യം, അത് ലംഘിക്കും വിധമുള്ള എന്തെങ്കിലും പ്രശ്നമില്ല, കമ്പനികൾക്ക് അനുകൂലമായ നിയമ പരിതസ്ഥിതിയൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് ലേബർ കോഡിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ല എന്നൊരു സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. സമ്പൂർണ്ണമായും തൊഴിലാളികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടും വിധമുള്ള നിയമപരമായ സാഹചര്യം ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കും. അല്ലാത്ത പക്ഷം കമ്പനിക്ക് തുടരാതിരിക്കാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ട്. ഇത് രണ്ടും പരിശോധിച്ച് ചർച്ചയിലൂടെ ഒരു സമവായത്തിലെത്താനാണ് നീക്കം. ശരി, സിനോജിലേക്ക് കൂടി. സിനോജ്, ഇപ്പോൾ ജീവനക്കാർ 800 ജീവനക്കാരാണ്, 1ഉം 2ഉമല്ല. അപ്പോൾ ജീവനക്കാരെ സംബന്ധിച്ച് അവർ മുന്നിൽ കാണുന്നത് എന്താണ്? കോടതിയെ സമീപിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ ജോലി തുടരണം എന്നുള്ളതാണോ, അതോ മതിയായ നഷ്ടപരിഹാരം എന്നുള്ളതാണോ? എന്താണ് കോടതിയെ ബോധിപ്പിക്കാൻ ഒരുങ്ങുന്നത്? സ്മൃതി, കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ചട്ടങ്ങൾ മാത്രമേ കോടതി നോക്കിയുള്ളൂ. കഴിഞ്ഞ ദിവസം കോറോ ഹെൽത്ത് നൽകിയ ഹർജിയിൽ പോലും ഹൈക്കോടതി പറഞ്ഞത് നിലവിലെ ചട്ടങ്ങൾ പ്രകാരമുള്ള ചർച്ചകൾ നടക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കമ്പനി 3 മാസത്തെ നോട്ടീസ് പീരീഡിന് തുല്യമായ തുക ഈ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു കമ്പനി അടച്ചുപൂട്ടണമെങ്കിൽ 1 മാസം മുൻപ് ബന്ധപ്പെട്ട സർക്കാരിനെ രേഖാമൂലം അറിയിക്കണമെന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ കോറോ ഹെൽത്ത് എന്ന കമ്പനി അങ്ങനെ രേഖാമൂലം അറിയിച്ചിട്ടില്ല. ഞങ്ങൾ കേരളത്തിലെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണെന്ന് അറിയിച്ചിട്ടില്ല. ആ ഒരു വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും 800ഓളം വരുന്ന ജീവനക്കാർ കോടതിയെ സമീപിക്കാൻ വേണ്ടി പോകുന്നത്. അതുമാത്രമല്ല, ഇതിനു മുൻപ്
ഈ അടച്ചുപൂട്ടിയ ഘട്ടത്തിൽ ഉമാ തോമസും MLA ഒപ്പം തന്നെ കമ്പനിയുടെ കാര്യ ആളും ഉൾപ്പെടെ ചർച്ചകൾ കൊച്ചിയിൽ നടത്തിയിരുന്നു. അന്ന് നൽകിയ ഉറപ്പെന്ന് പറയുന്നത് 10-ാം തീയതി വരെ ഇന്ന് നടക്കുന്ന ചർച്ചയ്ക്ക് വരെ ഓഫീസിലേക്ക് ജീവനക്കാർക്ക് വരാം എന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അത് തീരുമാനിക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് കമ്പനി പാലിക്കാൻ തയ്യാറായില്ല. കൊച്ചിയിലെയും കോഴിക്കോട്ടെ ഓഫീസുകൾ ഇന്നും പൂട്ടിക്കിടക്കുകയാണ്. ജീവനക്കാർ വന്ന് പുറത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കമ്പനി അധികൃതർ പാലിക്കുമോ എന്നൊരു സംശയം ജീവനക്കാർക്കുണ്ട്. കാരണം അത്തരത്തിലൊരു നിലപാടാണ് നിലവിൽ കമ്പനി സ്വീകരിച്ചിരിക്കുന്നത്. കമ്പനി പൂട്ടി, സുപ്രഭാതത്തിൽ കമ്പനി പൂട്ടുന്നു, 3 മാസത്തെ സാലറി അഡ്വാൻസായി അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നു, നിങ്ങൾ പോയിക്കോളൂ എന്ന് മാത്രമാണ് കമ്പനി പറയുന്നത്. 10-ാം തീയതി വരെ ഓഫീസിലേക്ക് വരാമെന്ന് നിർദ്ദേശം കൊടുത്തിട്ട് പോലും ഓഫീസ് തുറക്കാൻ പോലും കമ്പനി ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജില്ലാ ലേബർ ഓഫീസർമാരുടെ സാന്നിധ്യത്തിലാണ് അറ്റൻഡൻസ് പോലും ഇന്നേ ദിവസം വരെ ഈ ജീവനക്കാർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിലേക്ക് എത്തിയാൽ തന്നെ അത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു ആശങ്ക ജീവനക്കാർക്കുണ്ട്. ആ ഉറപ്പ് രേഖാമൂലം നിയമപരമായി ലഭിക്കണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരും പ്രോസിക്യൂഷൻ നടപടി ആരംഭിച്ചാൽ കൂടി ജീവനക്കാരും കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. സ്മൃതി. ശരി.